ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ജില്ലയിലെ നിയമനം കിട്ടുവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ കൊല്ലം ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 നിയമന സാധ്യതകൾ എത്രത്തോളമാണെന്നാണ് അനലൈസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, കൊല്ലത്ത് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഇത്. അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നവർക്കും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയം നിൽക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇതുപോലെ തന്നെ എല്ലാ ജില്ലകളുടെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളുടെയും ജില്ലാ തലത്തിലുള്ള കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൊല്ലത്തുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ എത്ര പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതെന്ന് നോക്കാം. 7324 പേരായിരുന്നു കൊല്ലം ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തത്. എന്നാൽ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെറും 4797 പേര് മാത്രമായിരുന്നു. 7324 പേര് അപ്ലൈ ചെയ്തു, എന്നാൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 4797 പേര് മാത്രമാണ്. ഈ കൺഫർമേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും PSC ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഈ ഒരു 7324 എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു എക്സാമിന് 1-2 മാസം മുൻപായിട്ട് തന്നെ എക്സാം ഡേറ്റും സിലബസും പറഞ്ഞുകൊണ്ട് കൺഫർമേഷൻ നൽകൂ എന്ന് പറഞ്ഞ PSCയുടെ ഒരു മെസ്സേജ് നമ്മളുടെ PSC പ്രൊഫൈലിലേക്ക് വരും. നമ്മളപ്പോൾ PSC പ്രൊഫൈലിൽ പോയിട്ട് കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് വന്നിരിക്കുമെന്ന ഒരു ഉറപ്പ്, ആ ഒരു കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമ്മൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കൺഫർമേഷൻ നമ്മൾ നൽകിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൺഫർമേഷൻ നൽകാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം എഴുതുവാൻ സാധിക്കില്ല. അങ്ങനെ എക്സാം എഴുതാൻ പറ്റാതെ പോയ ഒത്തിരി പേരെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. PSC പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ നൽകുവാനായിട്ട് വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ 4797 പേര് കൺഫർമേഷൻ കൊടുത്തവരിൽ നിന്ന് വെറും 3441 പേര് മാത്രമാണ് കൊല്ലം ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ കഴിഞ്ഞ തവണ എഴുതിയത്. നോക്കിക്കേ, എത്രത്തോളം കോമ്പറ്റീഷൻ കുറവാണല്ലേ. നമ്മുടെ ജനറൽ PSC പരീക്ഷകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകളാണ് പല പരീക്ഷകളും എഴുതുന്നത്. അപ്പം ഇവിടെ കൊല്ലം ജില്ലയിൽ മാത്രം ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എഴുതിയത് 3441 പേര് മാത്രമായിരുന്നു. അത്രത്തോളം കോമ്പറ്റീഷൻ കുറവുള്ള ഒരു തസ്തികയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരുന്നു ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ്? കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 30.33 മാർക്ക് എന്നത്, അതായത് മെയിൻ ലിസ്റ്റിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 30.33 മാർക്കായിരുന്നു. ഹയസ്റ്റ് മാർക്ക് വന്നത് 53.67 മാർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് കടന്നവർ എത്ര പേരുണ്ട്? 3441 പേരിൽ ഈ ഒരു കട്ട് ഓഫ് കടന്നവർ, ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 56 പേര് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 3000-ലധികം ആളുകൾ എഴുതിയ എക്സാമിൽ വെറും 56 പേർക്ക് മാത്രമാണ് 30.33 മാർക്കും അതിന് മുകളിലുമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് തന്നെ എത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ പോയിട്ടുള്ള ഒരു കൊല്ലം ജില്ലയിൽ ഇതുവരെ പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 38 ആണ്. 38. അപ്പോൾ അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാലും തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പരീക്ഷ ഇനി അടുത്തുണ്ടാകാനായിട്ട് ഇടയില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക കേട്ടോ. ഇനി നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും എത്ര പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ആ ഒരു ലിസ്റ്റിലെ ലോവസ്റ്റ് മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിയിൽ 28 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം മെയിൻ ലിസ്റ്റിൽ 56 പേരുണ്ടായിരുന്നു. ഈ 56 പേരിൽ 28 പേരാണ് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 53.67 ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 30.33 ആയിരുന്നു. അതുപോലെ ഈഴവ തീയ ബില്ലവ റിസർവേഷൻ ഉള്ളവരിൽ 13 പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 47.67, അതുപോലെ ലോവസ്റ്റ് മാർക്ക് 31.67. SC ST കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല.
മുസ്ലിം കാറ്റഗറിയിലേക്ക് വന്നാൽ 5 പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 35.33 ലോവസ്റ്റ് മാർക്ക് 30.67. അപ്പോൾ എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലും ഉൾപ്പെട്ടവരുടെ ആ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണവും അതിൽ ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്നും ലോവസ്റ്റ് മാർക്ക് എത്രയാണെന്നും നിങ്ങൾക്ക് ഒരു ടേബിളിൽ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും ഹയസ്റ്റ് ലോവസ്റ്റ് മാർക്കൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയുടെയും ലിസ്റ്റിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. 70 ബില്ലവ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 12 പേരായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 29.67, ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 26.67. അപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കട്ട് ഓഫ് മാർക്കിന് താഴെ ആയിരിക്കും അവരുടെ മാർക്ക്. കട്ട് ഓഫ് മാർക്ക് 30.33 ആയിരുന്നു അല്ലേ. അപ്പോൾ കട്ട് ഓഫ് മാർക്കിന് താഴെയുള്ളവരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുക. അപ്പോൾ 70 ബില്ലവ ആ ഒരു കാറ്റഗറിയിൽ 12 പേരായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കും നോക്കുക കേട്ടോ. അതുപോലെ SC കാറ്റഗറിയിൽ 7 പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 27.67, ലോവസ്റ്റ് മാർക്ക് 18 മാർക്ക്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണ് അതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര പേരാണ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ, അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയായിരുന്നു, ലോവസ്റ്റ് മാർക്ക് എത്രയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ടേബിളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ലോവസ്റ്റ് കാറ്റഗറിയിൽ 2 പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 28.33, ലോവസ്റ്റ് മാർക്ക് 16.33. അതുപോലെ ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിയുടെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി നോക്കാം, അതിൽ എത്ര പേർ ഇൻക്ലൂഡ് ആയെന്ന് നോക്കാം. അതിൽ ഹയസ്റ്റ് മാർക്ക് ലോവസ്റ്റ് മാർക്കൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെക്കുക. എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ നമ്മളുടെ റിസർവേഷൻ കാറ്റഗറിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു മാർക്കിന്റെ റേഞ്ച് എത്രയാണ്, അല്ലെങ്കിൽ എത്ര മാർക്ക് മേടിയാണ് നമ്മൾ ഏകദേശം മെയിൻ ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ കൊല്ലം ജില്ലയിലെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതുപോലെ അവരുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക് എന്നീ വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കേരള PSC പരീക്ഷകൾ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 എക്സാം, അതുപോലെ 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ എന്നീ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയുടെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയത് 26ാമത്തെ റാങ്കുള്ള ആൾക്കാണ്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 33.67 ആണ്. അതുപോലെ 70 ബില്ലവ റിസർവേഷനുള്ള അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 36 ആണ്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 32 മാർക്കാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ആ ഒരു അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ ആ അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയെ കുറിച്ച് ഇവിടെ നോക്കാം. അതുപോലെ വിശ്വകർമ്മ റിസർവേഷൻ ഉള്ളവരിൽ നിന്നും അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത് 17ാമത്തെ റാങ്കുള്ള ഒരാൾക്കായിരുന്നു. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 35.67 ആണ്. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിയുടെയൊക്കെ ഒരു അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്കും മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. SCC അതുപോലെ ധീവര ഈ 2 റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഇതുവരെ അഡ്വൈസുകളൊന്നും പോയിട്ടില്ല. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമായിരിക്കും അഡ്വൈസ് പോവുക. അപ്പോൾ അവരുടെ ഊഴം വരുന്നതിനനുസരിച്ചായിരിക്കും ഇനി അഡ്വൈസുകൾ പോവുക. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് റിസർവേഷൻ വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആദ്യത്തെ റാങ്ക് ഉള്ള ആൾക്കായിരുന്നു അവസാനമായിട്ട് അഡ്വൈസ് പോയത്. ആളുടെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെയാണ് ആ ഒരു അഡ്വൈസ് പോയിട്ടുള്ളത്, അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി പ്രകാരമുള്ള ആ ഒരു ഡാറ്റ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്ത ശേഷം മാത്രം ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ
തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയിൽ കൊല്ലം ജില്ലയുടെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്. എത്ര പേര് അപ്ലൈ ചെയ്തു, എത്ര പേര് കൺഫർമേഷൻ നൽകി, എത്ര പേര് എക്സാം എഴുതി. വെറും 3441 പേര് മാത്രമാണ് കൊല്ലം ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ കഴിഞ്ഞ തവണ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം കോമ്പറ്റീഷൻ കുറവാണ് അല്ലെ. നമ്മുടെ ജനറൽ പേസ് പരീക്ഷകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും. ഇതിൽ വെറും 3441 പേര് മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ എത്ര പേരായിരിക്കും സീരിയസ് ആയിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു 6 മാസം മുൻപിലുണ്ട്. എല്ലാ ദിവസവും നമ്മളുടെ ആ ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും ആ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റഡ് എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റഡിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റഡിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റഡിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.